അല്ല അവളെ സൗമിനിയെ ഇവള് 31 എന്താ മോളെ ചെയ്യാ ലീവാക്കാൻ കഴിയോ? അതെന്ത് ചോദിക്കാനാടോ? അന്ന് 10 മണി മുതൽ നമ്മുടെ സുഹൃത്തിന്റെ പരിപാടിയല്ലേ. സഹാനി ഹോസ്പിറ്റലിന് വേറെ, ആയുർവേദത്തിന് വേറെ ഡോക്ടർമാര് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം നോക്കുന്നുണ്ട്. ഗംഭീര കലാപരിപാടി അതിന്റെ വഴിന്ന് സൂപ്പർ ആക്കണ്ടേ നമ്മളെ പരിപാടിയല്ലോ. അതെന്ത് പറയാൻ, നമുക്ക് എല്ലാവർക്കും രാവിലെ തന്നെ പോണോ? ഡോക്ടർമാരെല്ലാം വരൂ. അല്ല കാലുവേദനന്റെ എല്ലാം നോക്കി അയക്കൂ, കാണിക്കുകയൊക്കെ വെട്ടി അയക്കൂ. കാലുവേദനക്കെല്ലാം നല്ല ആയുർവേദത്തിന്റെ മരുന്നെല്ലാം ഉണ്ട് അവിടെ. എല്ലാരും മരുന്നും തൈലോ എല്ലാം കിട്ടും. സൗമിനടുത്ത് പരിപാടിയെല്ലാം പഠിച്ചാ? നല്ല ഡാൻസ് കുട്ടികളെ പരിപാടിയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം പഠിച്ചിനോ? ഉള്ള പരിപാടി ഉണ്ട്. സൗമിനി ഉണ്ട്, വിനീത ഉണ്ട്, വശിത ഉണ്ട്, ജയുണ്ട്, പിന്നെ പ്രമീള ഓലൊക്കെ ഉണ്ട്. കുട്ടികളെ കൈകൊട്ടിക്കളിയെല്ലാം ഉണ്ട്. കുട്ടികളെ കൈകൊട്ടിക്കളിയുണ്ട്. എല്ലാവർക്കും പോയിട്ട് ഉഷാറാക്കണം. എല്ലാം ഉണ്ട്. ഭക്ഷണം ഉണ്ടായിക്കൂ. ഭക്ഷണമൊന്നുമില്ലേ? നിങ്ങൾ അത് വിചാരിച്ചിട്ട് വരണ്ട. ഭക്ഷണമൊന്നുമില്ല. ഭക്ഷണം അല്ല, ഞങ്ങള് വന്ന എന്താ അറിയില്ലേ? നമ്മളെ 31 നമ്മളെ റെസിഡൻസിന്റെ പരിപാടിയാണ്. രാവിലെ മുതല് 10 മണി മുതൽ നമ്മളെ പരിപാടി തുടങ്ങും. സഹാനി ഹോസ്പിറ്റലിലെ 10ഓളം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഷുഗർ, പ്രഷർ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതുകൂടാതെ നമ്മളെ ഗവൺമെന്റിന്റെ കോഴിക്കോട് ആയുർവേദത്തിന്റെ ആശുപത്രിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അതിന്റെ മെഡിസിനും മരുന്നും എല്ലാം നമ്മൾ അവിടെ നിന്ന് അവര് ഗവൺമെന്റ് തരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പ്രദേശത്തുള്ള നമ്മളെ ദയേനെ ആദരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡോക്ടറെ ആദരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രായമുള്ള ആൾക്കാരെ നമ്മളെ നാരായണിമേനെ ആദരിക്കുന്നുണ്ട്. എല്ലാ റസാഖാജി ഏറ്റവും കൂടുതൽ 45 വർഷം പ്രവാസ ജീവിതം നയിച്ച നമ്മളെ റസാഖാജി ഉണ്ട്. റസാഖാജിനെ ആദരിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളെ ഷഹനാസ് സാഹിത്യകാരൻ, അതുകൂടാതെ നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി, PK ഷാജി, ഇവരൊക്കെ ആദരിക്കുന്നുണ്ട്. അന്ന് രാവിലെ തന്നെ 10 മണിക്ക് മുമ്പേ നമ്മളെ ഇവിടെ വന്നിട്ട് എല്ലാരെയും ഭംഗിയാക്കി കൊണ്ടുപോകേണ്ട എല്ലാം നിങ്ങളെ ചുമതലയാണ്. ഞാനെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്. വൈകേന്റെ വീട്ടിൽ പോയിക്കുന്നുണ്ട്. വൈകേണ്ട അടക്കത്തിന് ഒരു പരിപാടിന്റെ റിഹേഴ്സലൊക്കെ നടക്കുന്നുണ്ടോ. അന്നേരം തന്നെ നമ്മളെ നിയാസ്ക പറഞ്ഞുകൊണ്ട് വൈകാതെ തന്നെ എന്താക്കണോ, നമ്മളെ പരിപാടി അടിച്ചു പൊളിക്കണം, 31 എന്ന് പറഞ്ഞാൽ അവിടെ ഓള് പറഞ്ഞു, നമ്മൾ അടിച്ചു പൊളിക്കുന്നു. പറഞ്ഞോളൂ. ഞങ്ങള് 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ട് നിന്നെ കണ്ടിട്ടില്ല. ഒന്നാമത് നിന്നെ ഞങ്ങള് പ്രധാനപ്പെട്ട ആളാണ്. നിങ്ങൾ ഇവിടുത്തെ പരിപാടിക്ക് എപ്പോഴെങ്കിലും വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ചന്ദ്രേട്ടനും പിന്നെ ഞങ്ങളെ എല്ലാ സഹായം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് 31-ാം തീയതി നമ്മളെ പരിപാടിയാണ്. കാലത്ത് 10 മണി മുതൽ ഡോക്ടർമാരുടെ പരിപാടികളെല്ലാം ഉണ്ട്. സഹാന ഹോസ്പിറ്റലിന്റെ വകയുണ്ട്. പിന്നെ ജില്ലാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പുണ്ട്. അപ്പോൾ 10 മണി മുതൽ 1 മണി വരെ അതുണ്ട്. എല്ലാവരും അതിൽ വരിക. പിന്നെ നമ്മളെ മക്കൾ ഇതാ ഇവിടുത്തെ കലാത്മകമായ ആൾക്കാരെല്ലാം ഇവരെ ഡാൻസ് പൊടിപൂരാണ്. അത് കഴിഞ്ഞ ഗാനമേള. ചന്ദ്രേട്ടാ എല്ലാം അടിച്ച് പൊളിച്ചിട്ട് ഓക്കെ. അല്ല റിഹേഴ്സൽ തുടങ്ങിയല്ലേ? 31-നാന്നേ ദിവസമില്ല. രാവിലെ തന്നെ എത്തിക്കോളൂ കേട്ടോ. എല്ലാ പരിപാടികളും നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ. ഇവിടെ ആരില്ലേ? സുരേട്ടനാ? സുരേട്ടാ പരിപാടി തീർച്ചയായിട്ടും നമ്മളെ 7ാം വാർഷികല്ലേ ഇപ്പഴത്തെ. തീർച്ചയായിട്ടും നമുക്ക് അടിച്ചു പൊളിയാക്കണം, സൂപ്പർ ആക്കണം. തീർച്ചയായും ഞങ്ങളെല്ലാരും വരും, എല്ലാരും വരും. ഗംഭീരാക്കണം. പരിപാടികളൊക്കെ പങ്കെടുക്കണം, നല്ല സൂപ്പർ ആക്കണം. രാവിലത്തെ മെഡിക്കൽ ക്യാമ്പെല്ലാം പ്രത്യേക ഓർമ്മയുണ്ടല്ലോ. എല്ലാവരും ആൾക്കാരോട് പറഞ്ഞിട്ട് എല്ലാം റെഡി ആയി കളയാം. ഓക്കെ.